ഇന്ന് മത്തി അച്ചാറാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. മത്തി കഴുകി വൃത്തിയാക്കി 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കൂടി വെള്ളം ചേർക്കാൻ നന്നായി നരച്ച് ഉപ്പും ചേർത്ത് മീനിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അതേ ചട്ടിയിൽ തന്നെ ഓയിലിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ഓയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അങ്ങനെ നമ്മുടെ വിനാഗിരിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചെയ്ത ഫൈനൽ ലുക്ക്.